നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 സെറ്റിങ്സ് ആണ്. എന്തൊക്കെ നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ സെറ്റിങ്സ്, നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ ആ ഒരു ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കും. ഇവിടെ ആപ്പ് ഇൻഫോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. ഇവിടെ നേരെ നമുക്ക് അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യും. എന്നാൽ ഇത്തരത്തിലൂടെയൊക്കെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മുതലുള്ള എന്തെങ്കിലും ബഗ്ഗുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫയലുകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ കിടക്കും. ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് പോയാലും ആ ഒരു ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിടക്കുകയും അങ്ങനെ ഓരോ ആപ്പ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. പല ആളുകളും പറയാറുണ്ട്, ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഗാലറിയിൽ പ്രത്യേകിച്ച് ഫോട്ടോ വീഡിയോ ഒന്നുമില്ല, പക്ഷേ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ടും അതിനുള്ള കാരണം ഇതാണ്. നമ്മൾ ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യും, ഡാറ്റ ക്ലിയർ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക, ആപ്പ് ഇൻഫോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നേരെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ആൻഡ് യൂസേജ് എന്നുള്ള ഓപ്ഷൻ കാണും. ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്തായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് ചോദിക്കും, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡാറ്റ ക്ലിയർ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ അൺഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫയലുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ടോ അത് മുഴുവൻ ക്ലിയർ ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സെറ്റിങ്സ്. രണ്ടാമത്തെ സെറ്റിങ്സ്, നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഒരു ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക, ആപ്പ് ഇൻഫോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നമുക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും അൺയൂസ്ഡ് ആപ്സ് എന്നുള്ള ഓപ്ഷൻ. അതായത് ഈ ഒരു ആപ്പ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അതായത് ഏകദേശം ഒരു 3 മാസത്തോളമൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പെർമിഷൻസ് റിമൂവ് ചെയ്ത് പോകും. അതിനുവേണ്ടി അൺയൂസ്ഡ് ആപ്സ് എന്നുള്ളതിന് നേരെ താഴെ റിമൂവ് പെർമിഷൻസ് ആൻഡ് ഫ്രീ അപ്പ് സ്പേസ് എന്നുള്ളത് ഇത് ഓഫ് ആണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ പിന്നെ 3 മാസം കഴിയുമ്പം ഈ ഒരു ആപ്പ് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക് പെർമിഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോകും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 സെറ്റിങ്സാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.